ഹായ് എവ്രി വൺ, എല്ലാവർക്കും KK ഫ്ലൈയിങ് ബേർഡ്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രിയിലെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഞാനിന്ന് അമർത്യാസൻ്റെ ഇന്ത്യാസ് വിമൻ ദ മിക്സഡ് ട്രൂത്ത് എന്ന എസ്സേയുടെ സമ്മറിയാണ് ഇവിടെ പറയുന്നത്. ഈ എസ്സേ ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമുക്ക് സമ്മറി നോക്കാം. നിങ്ങൾ പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഈ ജെൻഡറുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ടേംസ് ഈ എസ്സേയിൽ അമർത്യാസൻ പറയുന്നുണ്ട്. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. എക്സാമിന് ആ ടേംസ് യൂസ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സമ്മറി നോക്കാം. India's Women, The Mixed Truth is an essay by Amartya Sen. അമർത്യാസൻ എഴുതിയ ഒരു എസ്സേ ആണ് India's Women, The Mixed Truth. It is included in the New York Review of Books. New York Review of Books-ൽ ഈ എസ്സേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. At the beginning of the essay, Amartya Sen says that gender bias or pro-male bias exists in India. ഈ എസ്സേയുടെ തുടക്കത്തിൽ അമർത്യാസൻ പറയുന്നത് ഇന്ത്യയിൽ ലിംഗവിവേചനം, അതിനെയാണ് ജെൻഡർ ബയസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോ മെയിൽ ബയസ് ഇവിടെ നിലനിൽക്കുന്നു. പ്രോ മെയിൽ ബയസ് എന്ന് പറയുന്നത് ആൺകുട്ടികൾക്ക് മുൻഗണന ഒരു സമൂഹത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രോ മെയിൽ ബയസ് ഉണ്ടെന്ന് പറയാം. ഇറ്റ് മീൻസ് ദാറ്റ് ബോയ്സ് ആർ ഗെറ്റിംഗ് മോർ പ്രയോറിറ്റി ഓവർ ഗേൾസ്. ഇതിൻ്റെ അർത്ഥം പെൺകുട്ടികളെക്കാളും ആൺകുട്ടികൾക്ക് നമ്മുടെ രാജ്യത്തിൽ മുൻഗണന നൽകുന്നു എന്നാണ്. Hence, mortality rates of females have increased because they are not getting mental and physical health care. ഇതിൻ്റെ ഫലമായിട്ട് സ്ത്രീകളുടെ മരണനിരക്ക് കൂടാനുള്ള കാരണം എന്താണ്? അവർക്ക് മാനസികാരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും പ്രാധാന്യം ആരും നൽകുന്നില്ല. Pro-male bias exists in this modern world, which is very shocking. Pro-male bias അഥവാ ആൺകുട്ടികൾക്ക് മുൻഗണന കൊടുക്കുന്ന പ്രവണത ഈ ആധുനിക കാലത്ത് നിലനിൽക്കുന്നു. അത് ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യാവസ്ഥയാണ്. ഇറ്റ് ക്യാൻ ബി സീൻ ഇൻ നോർത്ത് ആഫ്രിക്ക, വെസ്റ്റ് ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക, ഈസ്റ്റ് ആഫ്രിക്ക, ചൈന, ഇന്ത്യ എക്സെട്ര. അപ്പോൾ ഈ പ്രോമെയിൽ ബയസ് അല്ലെങ്കിൽ ജെൻഡർ ബയസ് നമുക്ക് ഇന്ത്യയിൽ കാണാം, ചൈനയിലുണ്ട്, ഈസ്റ്റ് ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക, നോർത്ത് ആഫ്രിക്ക, വെസ്റ്റ് ആഫ്രിക്ക, ഇവിടെയൊക്കെ ഉണ്ട്. Amartya Sen analyzed men and women's mortality rates up to the 1980s. 1980 വരെയുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മരണനിരക്കുകൾ അമർത്യ സെൻ വിശദമായി പരിശോധിച്ചു. He found out that missing women are rising in countries that have pro-male bias. അദ്ദേഹം കണ്ടെത്തിയത് എന്താണ്? pro-male bias ഉള്ള രാജ്യങ്ങളിൽ മിസ്സിംഗ് വിമൻ്റെ എണ്ണം കൂടുന്നു. മിസ്സിംഗ് വിമൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൽ സ്ത്രീകളുടെയും പുരുഷന്മാരും എത്ര വേണമെന്ന് അവരുടെ എണ്ണം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. ആ എണ്ണത്തിനേക്കാളും സ്ത്രീകളുടെ എണ്ണം കുറവാണെങ്കിൽ ആ രാജ്യത്തിൽ മിസ്സിംഗ് വിമൻ കൂടുതലെന്നാണ് അർത്ഥം. ഓക്കെ, അമർത്യ സെൻ also acknowledges that gender bias is reducing in some countries. അതേസമയം അമർത്യ സെൻ ഒരു കാര്യം കൂടി അംഗീകരിക്കുന്നു, ചില രാജ്യങ്ങളിൽ സ്ത്രീ പുരുഷ വിവേചനം കുറയുന്നു. But female mortality has not been reduced in India and the gender gap for infants has not fallen in China. എന്നാൽ ഇന്ത്യയിൽ സ്ത്രീകളുടെ മരണനിരക്ക് കുറഞ്ഞിട്ടില്ല. അതുപോലെ ചൈനയിൽ കുഞ്ഞുങ്ങൾക്കിടയിലുള്ള ജെൻഡർ ഗ്യാപ്പ് കുറഞ്ഞിട്ടില്ല. With the arrival of sonograms in 1986, people began to find the sex of the fetus. 1986 മുതൽ ഗർഭസ്ഥ ശിശുവിൻ്റെ സെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി സോണോഗ്രാമുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഈ സോണോഗ്രാം എന്ന് പറയുന്നത് ഒരു അൾട്രാസൗണ്ട് പരിശോധനയാണ്. അതുവഴി കുഞ്ഞാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. After understanding the sex of the child, there occurred a sudden surge of sex selective abortion. അപ്പോൾ
ഗർഭസ്ഥ ശിശു ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം സെക്സ് സെലക്റ്റീവ് അബോർഷൻ ഭയങ്കരമായിട്ട് കുതിച്ചുയർന്നു. എന്ന് പറയുമ്പോൾ കുഞ്ഞ് പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ അബോർട്ട് ചെയ്യായിരുന്നു. ഇനി നിങ്ങൾ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതാൻ പറ്റുന്നത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് 1994 ദാറ്റ് ഈസ് 1994 പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട് കൊണ്ടുവന്നു. ഈ ആക്ടിന്റെ ഫലമായിട്ട് പ്രീ നേറ്റൽ സെക്സ് സ്ക്രീനിങ് ഇന്ത്യയിൽ നിരോധിച്ചു. എന്നാൽ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ ഗർഭസ്ഥ ശിശു എന്ന് കണ്ടുപിടിക്കുന്നത് ഇന്ത്യയിൽ നിരോധിച്ചു. അതുപോലെ ഫീമെയിൽ ഫെർട്ടിസൈഡ് പെൺകുട്ടികളുടെ ശിശു ഹത്യ ഇന്ത്യയിൽ ഈ ആക്ട് വഴി നിരോധിക്കുകയും ചെയ്തു. അപ്പോൾ പ്രീനേറ്റൽ സെക്സ് സ്ക്രീനിങ്ങും ഫീമെയിൽ ഫെർട്ടിസൈഡും ചെയ്യുകയാണെങ്കിൽ അത് ശിക്ഷാർഹമാണ്. ഈ എക്സാമ്പിൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക, ഇവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് നേറ്റാലിറ്റി ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ സെക്സ് സെലക്റ്റീവ് അബോർഷൻ എന്തിലേക്ക് നയിച്ചു? നേറ്റാലിറ്റി ഡിസ്ക്രിമിനേഷൻ. നേറ്റാലിറ്റി ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷമുള്ള വിവേചനം. Even female education could not reduce pro-male bias and natality discrimination. അപ്പോൾ സാധാരണ ഒരു ചിന്താഗതിയാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ പ്രോമെയിൽ ബയസും നേറ്റാലിറ്റി ഡിസ്ക്രിമിനേഷനൊക്കെ കുറയുമെന്ന്. പക്ഷെ അമർത്യ സെൻ പറയുന്നത് എന്താണ്? സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടും കൂടെ പുരുഷന്മാരുടെ മുൻഗണന ഇപ്പോഴും കുറയുന്നില്ല. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷമുള്ള വിവേചനം നേറ്റാലിറ്റി ഡിസ്ക്രിമിനേഷനും കുറയുന്നില്ല. ബട്ട് Amartya Sen claims that female education acted as a catalyst in reducing child mortality and fertility rates in India and Bangladesh. പക്ഷെ അമർത്യ സെൻ ഒരു കാര്യം സമ്മതിക്കുന്നു, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടിയതിനു ശേഷം ശിശുമരണം കുറയുകയും അതുപോലെ തന്നെ പ്രത്യുൽപാദന നിരക്കുകൾ ഇന്ത്യയിലും ബംഗ്ലാദേശിലും കുറയുകയും ചെയ്തു. Educated women voiced for providing them with better healthcare facilities. വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾ അവർക്ക് മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലന സൗകര്യങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. They began to make decisions in their personal life. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ തീരുമാനങ്ങൾ എടുക്കുവാനും തുടങ്ങി. Thus, they can decide how many children that they want. അങ്ങനെ അവർക്ക് എത്ര കുട്ടികൾ വേണമെന്നും അവർക്ക് തീരുമാനിക്കാൻ സാധിച്ചു. They began to enjoy economic independence. ഈ സ്ത്രീകൾ സാമ്പത്തിക സ്വാതന്ത്ര്യവും ആസ്വദിക്കാൻ തുടങ്ങി, കാരണം അവർക്ക് ജോലി കിട്ടി. They started to raise voices against atrocities that happened to them. അപ്പോൾ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അനീതിക്കെതിരെയും ഇവർ ശബ്ദം ഉയർത്തി. Then Amartya Sen shows some examples to show the connection between female education and reduction in the fertility rates. എന്നിട്ട് അമർത്യ സെൻ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതും പ്രത്യുൽപാദന നിരക്ക് കുറയുന്നതും തമ്മിലുള്ള ബന്ധം കാണിക്കാൻ വേണ്ടി അദ്ദേഹം കുറച്ച് ഉദാഹരണങ്ങൾ കാണിക്കുന്നു. In Bangladesh, a woman used to give birth to 7 kids, which has reduced to 2.2. അപ്പോൾ ബംഗ്ലാദേശിൽ സാധാരണ ഒരു സ്ത്രീ 7 കുട്ടികൾക്കാണ് ജന്മം നൽകുന്നത്. പക്ഷെ ഇപ്പോൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യവും കിട്ടിയപ്പോൾ പ്രത്യുൽപാദന നിരക്ക് ഇപ്പോൾ എത്രയായിട്ട് മാറി? 2.2. He predicts that in the future the fertility rate will reach a replacement level of 2.1. അദ്ദേഹം പ്രവചിക്കുകയാണ് ഇനി ഭാവിയിൽ ഈ പ്രത്യുൽപാദന നിരക്ക് റീപ്ലേസ്മെന്റ് ലെവലായ 2.1ലേക്ക് എത്തും. എന്താണ് റീപ്ലേസ്മെന്റ് ലെവൽ എന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സമൂഹത്തിൽ ഇപ്പോഴത്തെ തലമുറയിലെ അച്ഛനും അമ്മമാരെയും എത്ര പേരാണെന്ന് നമ്മൾ നോക്കുകയും എന്നിട്ട് ഈ അച്ഛനും അമ്മമാർക്ക് പകരം മീൻസ് റീപ്ലേസ് ചെയ്ത് അടുത്ത തലമുറയിൽ എത്ര കുട്ടികൾ വേണമെന്ന് കണക്കാക്കിയിട്ട് അതിൻ്റെ ഒരു ആവറേജ് എടുക്കും. അപ്പോൾ ലോകത്തിൽ അംഗീകരിച്ച ഒരു ആവറേജ് എന്ന് പറയുന്നത് 2.1 ആണ്. അതിനാണ് നമ്മൾ റീപ്ലേസ്മെന്റ് ലെവൽ എന്ന് പറയുന്നത്. ഈ 2.1 എന്ന നിരക്ക്
കൂടുതലാണ് ഒരു രാജ്യത്തിൽ പ്രത്യുൽപാദന നിരക്കെങ്കിൽ അവിടെ ജനസംഖ്യ ഭയങ്കരമായിട്ട് കൂടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ബംഗ്ലാദേശിൽ 2.2 ആണ് അവിടുത്തെ പ്രത്യുൽപാദന നിരക്ക്. അതിനർത്ഥം എന്താണ്? റീപ്ലേസ്മെൻറ്റ് ലെവലിനേക്കാളും കൂടുതലാണ്. അപ്പോൾ അവിടെ ജനസംഖ്യ ഭയങ്കരമായിട്ട് കൂടുന്നു എന്നാണ് അർത്ഥം. ഇനി ഒരു രാജ്യത്തിന് 2.1-നേക്കാളും കുറവാണ് പ്രത്യുൽപാദന നിരക്കെങ്കിൽ അതിനർത്ഥം ആ രാജ്യത്തിൽ എന്താണ്? ജനസംഖ്യ ഭയങ്കരമായിട്ട് കുറയുന്നു. ജനസംഖ്യ കുറയുന്നതും പ്രശ്നമാണ്, കാരണം അടുത്ത ജനറേഷനിൽ കുട്ടികൾ കാണില്ലല്ലോ. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. Amartya Sen says that female education and economic independence of women in China have helped to reduce the fertility rate. Amartya Sen അടുത്ത് പറയുന്ന ഉദാഹരണമാണ് ചൈനയിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യവും കിട്ടിയപ്പോൾ എന്താണ്? അവിടുത്തെ പ്രത്യുൽപാദന നിരക്ക് കുറഞ്ഞു. Now it is lower than replacement fertility. ഇപ്പോൾ ചൈനയിൽ എന്താണ്? റീപ്ലേസ്മെൻറ്റ് ഫെർട്ടിലിറ്റി ലെവലായ 2.1-നേക്കാളും കുറവാണ് എന്താണ്? അവിടുത്തെ പ്രത്യുൽപാദന നിരക്ക്. Thus he undermines China's one-child policy. അങ്ങനെ അദ്ദേഹം ചൈനയുടെ ഒരു കുട്ടി ആണ് വേണ്ടതെന്ന നയം അദ്ദേഹം കുറച്ചു കാട്ടുന്നു. ഈ വൺ ചൈൽഡ് പോളിസി എന്ന് പറയുന്നത് എന്താണ്? ചൈനയിൽ ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ജനസംഖ്യ കൂടി. അപ്പോൾ അവിടുത്തെ അധികാരികൾ 1980 വൺ ചൈൽഡ് പോളിസി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടപ്പിലാക്കി. അതിൻ്റെ ഭാഗമായിട്ട് ഒരു കുടുംബത്തിന് ഒരു കുട്ടി, അതാണ് നടപ്പിലാക്കിയത്. ഒരു 1980 പകുതിയൊക്കെ ആയപ്പോഴേക്കും അവർ അതിലൊരു മാറ്റം കൊണ്ടുവന്നു. ഈ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന അച്ഛനും അമ്മമാർക്ക് മൂത്ത കുട്ടി ഇപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് ഒരു കുട്ടിയും കൂടെ ആവാം. അപ്പോൾ ഈ നയം, ഈ വൺ ചൈൽഡ് പോളിസി ഒരുപാട് വർഷമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അവിടെ എന്താണ്? ജനസംഖ്യ കുറയുകയും ചെയ്തു. എന്നാൽ ഒരു 2015 പുതിയൊരു മാറ്റം കൂടെ കൊണ്ടുവന്നു, ഒരു കുടുംബത്തിന് 2 കുട്ടികളാവാന്ന്. അപ്പോൾ ഈ വൺ ചൈൽഡ് പോളിസിയാണ് നമ്മുടെ അമർത്യ സെൻ കുറച്ച് കാട്ടുന്നത്. അദ്ദേഹം പറയുന്നത് ഈ വൺ ചൈൽഡ് പോളിസി കൊണ്ടല്ല ചൈനയിലെ റീപ്ലേസ്മെൻറ്റ് ഫെർട്ടിലിറ്റി ലെവലിനേക്കാളും ഇപ്പോൾ പ്രത്യുൽപാദന നിരക്ക് കുറഞ്ഞത്. അദ്ദേഹം പറയുന്നത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും കിട്ടിയത് കൊണ്ടാണ്. Then Amartya Sen projects the impact of female education in India. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ വന്ന മാറ്റങ്ങളെ പറ്റിയാണ് അടുത്ത അമർത്യ സെൻ പറയുന്നത്. It helped in reducing the fertility rate to 2.4. അപ്പോൾ ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് പ്രത്യുൽപാദന നിരക്ക് 2.4 കുറഞ്ഞു. 9 states in India have a fertility rate lower than the replacement level. ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളിൽ പ്രത്യുൽപാദന നിരക്കെന്ന് പറയുന്നത് റീപ്ലേസ്മെന്റ് ലെവലായ 2.1-നേക്കാളും കുറവാണ്. But female education in India failed to reduce sex-selective abortion and pro-male bias. പക്ഷേ ഇന്ത്യയിൽ എന്താണ്? സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടും സെക്സ് സെലക്റ്റീവ് അബോർഷനും അതുപോലെ തന്നെ പ്രോമെയിൽ ബയസിനെയും കുറയ്ക്കാൻ സാധിച്ചില്ല. Both literate and illiterate women prefer boys over girls. സാക്ഷരരും നിരക്ഷരമായ സ്ത്രീകൾ പെൺകുട്ടികളെക്കാളും അവർ മുൻഗണന നൽകുന്നത് എന്താണ്? ആൺകുട്ടികൾക്കാണ്. അമർത്യ സെൻ posits some reasons why this scenario is not changing. അപ്പോൾ അടുത്ത് അമർത്യ സെൻ പറയുന്നത് എന്താണ്? ഈ ലിംഗവിവേചനവും പ്രോമെയിൽ ബയസും കുറയാത്തതിനുള്ള കാരണങ്ങളാണ്. First, they are unaware of societies where there is no gender discrimination. ആദ്യത്തെ എന്ന് പറയുന്നത് ലിംഗവിവേചനം ഇല്ലാത്ത സമൂഹങ്ങളെ പറ്റി ജനങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് എന്താണ് ജെൻഡർ ഡിസ്ക്രിമിനേഷനും പ്രോമെയിൽ ബയസും നടക്കുന്നത്. സെക്കൻഡ്, they are not aware of the contributions that economically independent and educated women make to society. സമൂഹത്തിൽ വിദ്യാഭ്യാസം
ഉള്ള സ്ത്രീകളും സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള സ്ത്രീകളും എന്തൊക്കെ സംഭാവനകളാണ് നൽകുന്നതെന്ന് ജനങ്ങൾക്കറിയില്ല. This trend continues because people do not know the functioning of different societies, their cultures and practices. വേറൊരു കാരണമെന്ന് പറയുന്നത് മറ്റു സമൂഹങ്ങളുടെ പ്രവർത്തനങ്ങളും ആ സമൂഹത്തിലെ സംസ്കാരങ്ങളും രീതികളും ജനങ്ങൾക്ക് അറിയില്ല. To prove that his argument is correct, Amartya Sen mentions that in Adam Smith's The Theory of Moral Sentiments, it is being said that ancient Greece practiced infanticide. അപ്പോൾ അമർത്യാസൻ അദ്ദേഹം പറഞ്ഞ വാദം ശരിയെന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ആഡം സ്മിത്തിൻ്റെ ബുക്കിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ ബുക്കിൻ്റെ പേര് ദ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ്. ആ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് പുരാതന ഗ്രീസിൽ ശിശുഹത്യ നടത്തിയിരുന്നു. One can remove these kinds of parochial thoughts if one finds out how other societies have dealt with the same issues, how they are working, other societies, cultures, etc. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതുപോലത്തെ ഇടുങ്ങിയ ചിന്താഗതികൾ മാറ്റണമെങ്കിൽ ഓരോ വ്യക്തികളും മറ്റു സമൂഹങ്ങൾ ഒരു പ്രശ്നത്തിനെ ഈ ജനങ്ങൾ നേരിടുന്ന അതേ പ്രശ്നങ്ങളെ എങ്ങനെയാണ് നേരിട്ടത്, മറ്റു സമൂഹങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്, മറ്റു സമൂഹങ്ങളുടെ സംസ്കാരങ്ങളും മനസ്സിലാക്കണം. അപ്പോൾ ചില രാജ്യത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സമത്വം ഉണ്ട്, ജെൻഡർ ഇക്വാലിറ്റി ഉണ്ട്. അപ്പോൾ ആ സമൂഹത്തിലെ ജെൻഡർ ഇക്വാലിറ്റി എങ്ങനെ നേടി എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലും അത് നടപ്പിലാക്കാം. അങ്ങനെ വരുമ്പോൾ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാണ്ടാകും. ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓൾസോ വൺ ഷുഡ് ആക്ട് ആസ് ആൻ ഇംപാർഷ്യൽ സ്പെക്ടേറ്റർ ഹു വ്യൂസ് എവറിത്തിങ് വിത്ത് ആൻ ഒബ്ജക്റ്റീവ് മൈൻഡ്. അതുപോലെ ഓരോരുത്തരും നിഷ്പക്ഷ കാഴ്ചക്കാരാവാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നിഷ്പക്ഷമായ മനസ്സോടുകൂടി ഓരോ കാര്യങ്ങളെയും വീക്ഷിക്കാനും അത് അംഗീകരിക്കാനുള്ള മനസ്സും ഉണ്ടാവും. Amartya Sen gives an example of this. ഇതിന് അമർത്യ സെൻ ഒരു ഉദാഹരണം നൽകുന്നു. When authorities gave awareness about the importance of having a girl child in China and South Korea, there occurred a change in people's thoughts, especially in South Korea. അപ്പോൾ ചൈനയുടെയും സൗത്ത് കൊറിയയിലെയും അധികാരികൾ പെൺകുട്ടികളുടെ പ്രാധാന്യം അവിടുത്തെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ സൗത്ത് കൊറിയയിലെ ജനങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വന്നു. അവർ പെൺകുഞ്ഞുങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും തുടങ്ങി. If one analyzes the female-male ratio globally, 910 female fetuses per 1,000 male fetuses are conceived. അപ്പോൾ ഒരാൾ ആഗോളതലത്തിൽ സ്ത്രീ പുരുഷ നിരക്ക് പരിശോധന ചെയ്താൽ ഒരാൾക്ക് മനസ്സിലാവുന്നത് കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുമ്പോൾ 1000 ആൺകുഞ്ഞുങ്ങൾക്ക് 910 പെൺകുഞ്ഞുങ്ങൾ എന്ന നിരക്കാണ്. At the time of birth, it will be 940 to 950 females per 1,000 males in European countries, 941 females per 1,000 males in Italy, 940 females per 1,000 males in Spain, etc. അടുത്ത കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ 1000 ആൺകുഞ്ഞുങ്ങൾക്ക് 940 to 950 പെൺകുഞ്ഞുങ്ങളാണ്. അടുത്ത ഇറ്റലിയിൽ 1000 ആൺകുഞ്ഞുങ്ങൾക്ക് 941 പെൺകുഞ്ഞുങ്ങളാണ്. ദെൻ സ്പെയിനിൽ 1000 മെയിൽസിന് 940 ഫീമെയിൽസും ആണ്. ഇൻ ബംഗ്ലാദേശ് ദ ഫീമെയിൽ മെയിൽ റേഷ്യോ ഏജ് ഗ്രൂപ്പ് 0 to 4 is 972 females per 1,000 males. ഇനി ബാംഗ്ലാദേശിൽ സ്ത്രീ പുരുഷ നിരക്ക് നോക്കുകയാണെങ്കിൽ അവിടെ പ്രായം വെച്ചിട്ടാണ് നോക്കുന്നത്, ജനനം മുതൽ 4 വയസ്സ് വരെ. ആ കണക്ക് നോക്കുകയാണെങ്കിൽ 1000 മെയിൽസിന് 972 ഫീമെയിൽസ് ആണ്. These data show that the number of girl children born is not equal to the number of boy children. അപ്പോൾ ഈ ഡേറ്റ കാണിക്കുന്നത് ജനിക്കുമ്പോൾ
ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണവും തുല്യമല്ല. Then Amartya Sen says that since India has a regional divide, education to women cannot solely eradicate gender discrimination in India. അമർത്യ സെൻ അടുത്ത് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ജോഗ്രഫിക്കലി ഭയങ്കര വ്യത്യാസങ്ങൾ പുലർത്തുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് റീജിയണൽ ഡിവൈഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തതുകൊണ്ട് എന്താണ് ഇവിടെ ലിംഗവിവേചനം മാറുമെന്ന് നമ്മൾ വിചാരിക്കരുത്. Indians live in different regions which are different from one another. ഇന്ത്യൻസ് പല പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. ആ പ്രദേശങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്ന് വ്യത്യസ്തമാണ്. Also they practice many religions, cultures and traditions. അതുപോലെ ഇന്ത്യക്കാർ പല മതങ്ങൾ പിന്തുടരുന്നവരാണ്. അവർക്ക് പല സംസ്കാരങ്ങളുണ്ട്, പല പാരമ്പര്യങ്ങളുമുണ്ട്. These affect their thoughts over gender discrimination, female feticide, gender equality, etc. അപ്പോൾ ഇതെല്ലാം എന്താണ്? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ലിംഗവിവേചനത്തിനെ പറ്റിയുള്ള അവരുടെ ചിന്തകൾ, ഫീമെയിൽ ഫീറ്റിസൈഡ്, ഭ്രൂണഹത്യയെപ്പറ്റി അവരുടെ ചിന്തകൾ, ജെൻഡർ ഇക്വാലിറ്റി, ലിംഗസമത്വത്തിനെ പറ്റിയുള്ള അവരുടെ ചിന്തകളെ എല്ലാം സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് അമർത്യ സെൻ പറഞ്ഞത് വിദ്യാഭ്യാസം മാത്രം കൊണ്ട് സ്ത്രീ പുരുഷ വിവേചനം ഇന്ത്യയിൽ നിന്ന് മാറ്റാൻ പറ്റില്ല എന്ന്. In India, the 2011 census shows that sex-selective abortion is higher in the north and west states than in the south and eastern states. അപ്പോൾ ഇന്ത്യയിൽ 2011 ജനസംഖ്യ കണക്ക് കാണിക്കുന്നത് ഇതാണ്. സൗത്ത് ആൻഡ് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനെക്കാളും കൂടുതലായിട്ട് സെക്സ് സെലക്റ്റീവ് അബോർഷൻ എവിടെയാണ് നടക്കുന്നത്? നോർത്ത് ആൻഡ് വെസ്റ്റ് സ്റ്റേറ്റ്സുകളിൽ. Also in the north and west states, the female-male ratio is below 935 females per 1000 males. അതുപോലെ ഈ നോർത്ത് വെസ്റ്റ് സംസ്ഥാനങ്ങളിൽ സ്ത്രീ പുരുഷ നിരക്കെന്ന് പറയുന്നത് 1000 മെയിൽസിന് 935 ഫീമെയിൽസിനേക്കാളും കുറവാണ്. On the other hand, in the south and eastern states, the female-male ratio is above 935 females per 1000 males. എന്നാൽ സൗത്ത് ആൻഡ് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ സ്ത്രീ പുരുഷ നിരക്കെന്ന് പറയുന്നത് 1000 മെയിൽസിന് 935 ഫീമെയിൽസ് എന്ന കണക്കിന് മുകളിലാണ്. എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീകൾ കുറച്ചുകൂടെ കൂടുതൽ ഉണ്ട്. It shows that the regional divide in India influences the female-male ratio. അപ്പോൾ ഇതുവരെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ഇന്ത്യയിൽ സ്ത്രീ പുരുഷ നിരക്കിനെ റീജിയണൽ ഡിവൈഡ് സ്വാധീനിക്കുന്നുണ്ട്. കാരണം പലയിടത്തും പല കണക്കാണുള്ളത്. As the essay ends, Amartya Sen says that to eradicate gender discrimination and pro-male bias, the government should implement policies, schemes like Mahila E-Hath and One-Stop Center scheme, campaigns like Beti Bachao, Beti Padhao, laws like Equal Remuneration Act 1976 and Dowry Prohibition Act 1961, etc. അപ്പോൾ ഈ എസ്സേ അവസാനിക്കുമ്പോൾ അമർത്യ സെൻ പറയുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ലിംഗവിവേചനവും പ്രോമെയിൽ ബയസും അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ തുടച്ചു മാറ്റാൻ ഗവൺമെൻറ് എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കണം? പോളിസീസ്, നയങ്ങൾ കൊണ്ടുവരണം. സ്കീംസ്, കർമ്മ പദ്ധതികൾ. ഉദാഹരണം മഹിള ഇ-ഹാത്ത്, വൺ സ്റ്റോപ്പ് സെൻറ്റർ സ്കീം, ഇതൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നതാണ്. പിന്നെ ക്യാമ്പയിൻസ് ലൈക്ക് ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ, അതും ഇന്ത്യയിലുള്ളതാണ്. Then laws like Equal Remuneration Act 1976 and Dowry Prohibition Act 1961, etc. Equal Remuneration Act 1976 ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 ഇന്ത്യയിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതുപോലത്തെ നിയമങ്ങളൊക്കെ കൊണ്ടുവരണം. ഈ മഹിള ഈ ഹാത്ത് എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു സ്കീമാണ്. അവർക്ക് ഓൺലൈനായിട്ട് ബിസിനസ്സുകൾ ചെയ്യാൻ പറ്റും.
ദെൻ വൺ സ്റ്റോപ്പ് സെൻറ്റർ സ്കീം എന്ന് പറയുന്നത് ഈ നിർഭയ ഫണ്ട് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്കീമാണ്. അപ്പോൾ വയലൻസ് ഒക്കെ നേരിടുന്ന സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ്. ദെൻ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന ക്യാമ്പയിൻ വഴി പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നു, അവരെ സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ദെൻ ഈക്വൽ റെമുനറേഷൻ ആക്ട് 1976 വന്നത്. ഇതുവഴി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ശമ്പളം നൽകുന്നു. ദെൻ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1971 അത് നിങ്ങൾക്കറിയായിരിക്കും, സ്ത്രീധന നിരോധനം, അതാണ് ഈ ആക്ട് വഴി കൊണ്ടുവന്നത്. Also, political parties, people and media should openly discuss neglected issues like marital rape, promote gender equality and encourage female education. അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടീസും ജനങ്ങളും മീഡിയയും ഈ അവഗണിക്കപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അതിന് ഉദാഹരണം മാരിറ്റൽ റേപ്പ്, അതിനെയൊക്കെ ഓപ്പൺലി അതിനെപ്പറ്റി ചർച്ച നടത്തണം. പിന്നെ അവർ ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കണം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതും ഒക്കെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ ജെൻഡർ ഇക്വാലിറ്റി കിട്ടുകയും അതുപോലെ ലിംഗവിവേചനം അവസാനിപ്പിക്കാൻ പറ്റുകയും ചെയ്യും. ദാറ്റ്സ് ഓൾ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ KK ഫ്ലൈയിങ് ബേർഡ്സ് എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.